അച്ചാറിടാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ട്യൂണയാണ്, നമ്മുടെ ചൂരമീൻ. 3 കിലോൻ്റെ ഒരു മീൻ എടുത്തിട്ട് അതിൻ്റെ തലഭാഗം റിമൂവ് ചെയ്തു. അതുപോലെ തന്നെ വാലിൻ്റെ ഭാഗവും എടുത്തിട്ടില്ല. പിന്നെ മുള്ള് മാറ്റി ബാക്കിയുള്ള ദശ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഏത് മീനും യൂസ് ചെയ്യാം. കുറച്ച് മുള്ള് കുറവുള്ള മീനാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഇതിങ്ങനെ കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് മസാല പുരട്ടിക്കൊടുക്കും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂണാണ് ഇതിലെടുത്തിരിക്കുന്നത്, ടീസ്പൂണല്ല. അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ നമ്മൾ ഇതിന് ശേഷം ഗ്രേവിയിൽ മിക്സ് ചെയ്യാനായിട്ട് വേറെ ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും. ഫിഷ് ചേർത്ത ശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്ത് ഇതൊരു 1 മണിക്കൂറെങ്കിലും ഇങ്ങനെ തന്നെ വെക്കണം. അതിന് ശേഷം നമുക്കിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. പാനിൽ ഫ്രൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഫിഷ് ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ നന്നായി ഫ്രൈ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ മുങ്ങിക്കിടക്കുന്ന അത്ര ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. കൂടുതൽ നാളിരിക്കണം, കുറേ നാളത്തേക്ക് എടുത്ത് വയ്ക്കാനുള്ളതാണെങ്കിൽ കുറച്ച് ഡ്രൈ ആക്കി എടുക്കാം. അങ്ങനെയാണെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ഡ്രൈ ആയിട്ട് എടുക്കണം. ഇത് പാകമായി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. ഇതിലേക്ക് ബാക്കിയുള്ള മീൻ കൂടി ഇതുപോലെ തന്നെ സെയിം ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാം. ഇടയ്ക്ക് സൈഡൊക്കെ ഒന്ന് തിരിച്ചിട്ട് നോക്കണം. ഇപ്പം ഇതൊരു വിധം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റാം.
ഈ സെയിം ഓയിൽ തന്നെയാണ് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വഴറ്റിയെടുക്കാൻ പോകുന്നത്. പക്ഷെ ഇത്ര മാത്രം ഓയിൽ നമുക്ക് വേണ്ട. ഞാൻ കുറച്ച് ഇതിന് മാറ്റാണ്, ബാക്കി കുറച്ച് ഓയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ അതിൽ നിന്നൊരു പകുതി ഓയിലോളം ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി കുറച്ച് കൂടിയാലും നല്ലതാണ്, കുഴപ്പമില്ല. പച്ചമുളക് നീളത്തിലാണ് അതുപോലെ അരിഞ്ഞിരിക്കുന്നത്. ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞു. ഇതെല്ലാം കൂടി സെയിം ഓയിലിൽ തന്നെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്, എന്നാലും ഇതിൻ്റെ ഗ്രേവിയിലേക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, സാദാ മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ, ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ നന്നായി വഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ ചേർക്കാം, ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നാച്ചുറലായിട്ടുള്ള വിനാഗിരി ഒഴിക്കുന്നതായിരിക്കും നല്ലത്. വിനീഗർ 1 കപ്പ് ഒഴിച്ചാൽ മതിയാവും. കുറച്ചുകൂടി ഗ്രേവി അല്ലെങ്കിൽ അതിൻ്റെ ചാറ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം നേരത്തെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അവസാനം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മീനച്ചാറ് തയ്യാറായി. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം നല്ല ടൈറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറിൽ അടച്ചു വയ്ക്കാം. ഇപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതുപോലൊരു ചില്ല് കുപ്പിയിൽ ആക്കി വയ്ക്കാം. അതുപോലെ എടുക്കുമ്പോൾ നനവില്ലാത്ത സ്പൂൺ കൊണ്ട് എടുക്കാം. ഒരാഴ്ചയെടുത്തോളം നമുക്ക് പുറത്ത് വയ്ക്കണം. അതിന് ശേഷം വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, വിനാഗിരി മാത്രമേ ചേർത്തിട്ടുള്ളൂ.